പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നോമ്പിന്റെ 2-ാം ദിവസം പുറപ്പാട് പുസ്തകം 22:31 അതിന് പറയാണ്, നിങ്ങൾ എനിക്ക് സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ജനമായിരിക്കണം. വിശുദ്ധി എന്നത് പ്രിയ സഹോദരങ്ങളെ, അത് പഴയ നിയമത്തിലെ തമ്പുരാനായിട്ട് ചേർന്ന് പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആട്രിബ്യൂട്ടാണ് നീതി, വിശുദ്ധി. വിശുദ്ധ ജനമായിരിക്കണം. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളൊന്ന് നോക്കി, ഞാൻ എന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ശരിക്കും കുമ്പസാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വിശുദ്ധിയിലിരിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദം അല്ലെ, നമ്മുടെ ഉള്ളിൽ തന്നെ എന്തോ ഒരു 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 സാധനം ഇങ്ങനെ കയറി. എന്നാൽ നമ്മൾ പാപത്തിലായിരിക്കുമ്പോഴോ നമുക്ക് തന്നെ ഒരു ഭയങ്കരമായ അല്ലെ ഒരു ശൂന്യമാക്കപ്പെട്ട ഒരു അവസ്ഥയാണ് പാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ, ഈ നോമ്പുകാലൊക്കെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മളെ തന്നെ കഴിവ് ഉപയോഗിച്ച് നമുക്ക് വിശുദ്ധീകരിക്കാനായിട്ട് പറ്റില്ല, നമ്മൾ കർത്താവിൻ്റെ സഹായം. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊക്കെ നല്ല ഒരുക്കത്തോടുകൂടി ഈ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ബലിയർപ്പണങ്ങൾ, ഏകാഗ്രതയോടെയുള്ള ആഗ്രഹത്തോടെയുള്ള ബലിയർപ്പണങ്ങൾ, അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥനകൾ, അതുപോലെ സുഹൃത്ത് ജപങ്ങൾ, സുഹൃത്തുക്കളൊക്കെ ചെല്ലാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വാട്സപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കുറേ സുഹൃത്ത് ജപങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടാവും. കാറ്റീസം ടീച്ചേഴ്സും സിസ്റ്റേഴ്സൊക്കെ സുഹൃത്തുക്കളൊക്കെ ഇടുന്ന കാര്യം അച്ഛനറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ ലക്ഷ്യം എത്രയുള്ള സഹോദരങ്ങളെ, ഒരു വിശുദ്ധ ജനമായിട്ട് രൂപാന്തരപ്പെടുക. നമുക്ക് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഒരാഴ്ച വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാവട്ടെ കേട്ടോ. യേശുദാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.